ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എൻ്റെ പേര് ബോണി. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും, അങ്ങനെ കഥകളുടെ ഒരു പരിപാടിയാണിത്. എല്ലാവർക്കും കേൾക്കാൻ പറ്റിയ കഥകൾ. കഥ മാത്രമല്ല, അവസാനം ചെറിയൊരു വർത്തമാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു നാഗാലാൻഡിൽ നിന്നുള്ളൊരു മുത്തച്ഛി കഥയാണ്. പല ദേശങ്ങളിലെ മുത്തച്ഛി കഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു മുത്തച്ഛി കഥ. അപ്പോൾ നമുക്ക് കഥയങ്ങോട്ട് ആരംഭിച്ചാലോ? കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? ഇതാ കേട്ടോളൂ. ഒരു ഗ്രാമത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. ആ ഗ്രാമത്തിലെ പ്രധാനിയായിരുന്നു അവളുടെ അച്ഛൻ. ഒറ്റ മകളായിരുന്നതുകൊണ്ട് മാതാപിതാക്കൾ അവളെ ലാളിച്ചു വളർത്തി. അവൾ വളരെ സുന്ദരിയായിരുന്നു. തൻ്റെ ഹൃദ്യമായ പെരുമാറ്റം കൊണ്ട് അവൾ എല്ലാവരുടെയും ആരാധനാപാത്രമായി. അവൾ നന്നായി പാടുകയും നെയ്യുകയും ചെയ്യുമായിരുന്നു. പുഴകളും മലകളും സൂര്യനുമെല്ലാം തയ്ക്കുന്ന വസ്ത്രങ്ങളിൽ അവൾ നെയ്ത് പിടിപ്പിക്കും. അവൾ നിർമ്മിച്ച വസ്ത്രങ്ങൾക്ക് വലിയ പ്രിയമായിരുന്നു. ഒരു ദിവസം അവളുടെ അമ്മ നദിയുടെ തീരത്തിരുന്ന് മീൻ പിടിക്കുകയായിരുന്നു. നേരം വളരെ ആയിട്ടും അവർക്കൊന്നും ലഭിച്ചില്ല. ഒടുവിൽ അവർ പറഞ്ഞു, ഈ കൂട നിറയെ മീൻ കിട്ടുകയാണെങ്കിൽ എൻ്റെ മകളെ ഈ നദിക്ക് കൊടുത്തേക്കാം. ആ നദിയുടെ ദേവൻ ഇത് കേട്ടു. അദ്ദേഹം അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. കുട്ട നിറയെ മീൻ കിട്ടിയ സന്തോഷത്തിൽ അവർ താൻ പറഞ്ഞത് മറന്നു. അവർ വീട്ടിലേക്ക് മടങ്ങി. അന്ന് രാത്രി പെൺകുട്ടി നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും ഉറങ്ങിയിരുന്നു. അപ്പോൾ ഒരു യുവാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. 2 ദിവസം കൂടി നീ ഇവിടെ കഴിഞ്ഞോളൂ, പിന്നെ നീ എൻ്റെ കൂടെ പോരണം. ഇതും പറഞ്ഞ് അയാൾ തിരിച്ചുപോയി. അവൾ അത്ഭുത സ്തബ്ധയായി. അവൾ വിവരമെല്ലാം മാതാപിതാക്കളോട് പറഞ്ഞു. അപ്പോഴാണ് താൻ പറഞ്ഞു പോയതിൻ്റെ ഗൗരവം ആ അമ്മയ്ക്ക് മനസ്സിലായത്. തൻ്റെ ബുദ്ധിമോശത്തിൽ അവർ പരിതപിച്ചു. അയാളുടെ കൂടെ തങ്ങളുടെ മകളെ പറഞ്ഞു വിടാൻ ആ മാതാപിതാക്കൾ ഒരുക്കമായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഏത് മാതാപിതാക്കൾ ഒരുക്കമാകും? അടുത്ത ദിവസം രാത്രി അയാൾ വന്നു. ഇനി 1 ദിവസം കൂടി, അയാൾ മുന്നറിയിപ്പ് നൽകി തിരിച്ചു പോവുകയായിരുന്നു. പെൺകുട്ടിയുടെ അച്ഛനും ചില നാട്ടുകാരും ചേർന്ന് അയാളെ പിന്തുടർന്നു. നദിക്കരയിലെത്തിയപ്പോൾ അയാൾ പെട്ടെന്ന് അപ്രതീക്ഷനായി. അവിടെയെല്ലാം തിരിഞ്ഞു നോക്കിയിട്ടും അവർക്ക് അയാളെ കണ്ടെത്താനായില്ല. പിറ്റേന്ന് പെൺകുട്ടിയെ കൊണ്ടുപോകാനായി അയാൾ വന്നപ്പോൾ അവളുടെ അച്ഛനും നാട്ടുകാരും കൂടി അയാളെ തടഞ്ഞു. ഒരു കാരണവശാലും അവളെ അയാൾക്ക് നൽകില്ല എന്നവർ തീർത്തു പറഞ്ഞു. നോക്കൂ, 2 ദിവസത്തിനകം അവൾ എൻ്റെ അടുത്ത് വരും. എന്നെ വഞ്ചിച്ചതിന് നിങ്ങൾ പശ്ചാത്തപിക്കും. അയാൾ ചവിട്ടി തെറിപ്പിച്ച് നടന്നുപോയി. ഉടനെ തന്നെ പുഴയിലെ ജലനിരപ്പ് ഉയരാൻ തുടങ്ങി. ജലം ഓരോ സ്ഥലങ്ങളെയും വിഴുങ്ങാൻ തുടങ്ങി. ജനങ്ങൾ വളർത്തുമൃഗങ്ങളും ആവശ്യ സാധനങ്ങളുമായി ഉയരങ്ങളിലേക്ക് നീങ്ങി. പക്ഷേ വെള്ളം പിന്നെയും കുതിച്ചുയർന്നുകൊണ്ടിരുന്നു. നേരം പുലർന്നപ്പോഴേക്കും ഗ്രാമാതിർത്തിയിലുള്ള ഒരേ ഒരു മല മാത്രമേ ജലനിരപ്പിന് മുകളിലുണ്ടായിരുന്നുള്ളൂ. അതിനു മുകളിൽ ഭയവിഹുലരായി നിൽക്കുന്ന ജനതയ്ക്ക് നേരെ ജലം ഭയങ്കരമായ ശബ്ദത്തോടെ ഉയരാൻ തുടങ്ങി. ജനങ്ങൾ ഒന്നടങ്കം പെൺകുട്ടിയുടെ അമ്മയെ കുറ്റപ്പെടുത്തി. നിങ്ങളാണ് ഇതിനെല്ലാം കാരണം. നിങ്ങളുടെ വാഗ്ദാനം മൂലം ഈ ഗ്രാമം മുഴുവൻ നശിച്ചു. ഇനിയെങ്കിലും അവളെ കൊടുത്തൂടെ? ദുഃഖത്തോടെ തൻ്റെ മകളെ ആ അമ്മ യാത്രയാക്കി. വെള്ളത്തിലേക്ക് ചാടിയ പെൺകുട്ടിയെ ജലനിരപ്പിൽ ഉയർന്നു വന്ന 2 കൈകൾ താങ്ങിയെടുത്ത് താഴേക്ക് കൊണ്ടുപോയി. വെള്ളം പെട്ടെന്ന് താഴാനും തുടങ്ങി. 2 ദിവസങ്ങൾക്കുള്ളിൽ ഗ്രാമം പഴയ സ്ഥിതിയിലായി. ഗ്രാമവാസികൾ ആ പെൺകുട്ടിയെ ഇന്നും ഓർക്കുന്നു. അവളെ ദേവിയായി ആരാധിക്കുകയും ഉത്സവം നടത്തുകയും ചെയ്യുന്നു. ഇത്രയുമാണ് കഥ. ഇത് നാഗാലാൻഡിൽ നിന്നുള്ളൊരു മുത്തച്ഛി കഥയാണ്. അപ്പോൾ കഥ എല്ലാവരും കേട്ടല്ലോ. വാഗ്ദാനം
അല്ലേ, ഒരു വാഗ്ദാനം നൽകി. പക്ഷേ അത് പാലിച്ചില്ല. ഇന്നത് കിട്ടിയാൽ ഇന്നത് ചെയ്യാം എന്നൊരു വാഗ്ദാനം. പക്ഷേ കാര്യം നടക്കാൻ വേണ്ടിയുള്ളൊരു വാഗ്ദാനമായിരുന്നു. കാര്യം നടന്നു കിട്ടിയപ്പോഴോ അത് ഓർത്തത് പോലുമില്ല, മറന്നുപോയി. അപ്പോൾ ഇത് കഥയിലെ വാഗ്ദാനം. നമ്മളും ഈ വാഗ്ദാനങ്ങളൊക്കെ കുറേയേറെ കാണാറുള്ളതാണ് അല്ലേ. ഇലക്ഷൻ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ആ വാഗ്ദാനം എല്ലാവർക്കും ഉള്ളതാണ്. ഒരു ദേശത്തെ ജനങ്ങൾക്കെല്ലാം ഉള്ളതാണ്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ജനങ്ങൾക്കെല്ലാം ഉള്ളതാണ്, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ ജനങ്ങൾക്കെല്ലാം ഉള്ളതാണ്, അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾക്കെല്ലാം ഉള്ളതാണ്. കുറേയേറെ വാഗ്ദാനങ്ങൾ വരും അല്ലേ. ഇഷ്ടംപോലെ വാഗ്ദാനങ്ങളാണ് വാരിക്കോരി തരുന്നത്. മാനിഫെസ്റ്റോ ഒക്കെ ഇറക്കും, ഇത്രയൊക്കെ നമ്മൾ ചെയ്തിരിക്കും, ഇങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷേ അത് നിറവേറ്റാതെ വരുമ്പോഴോ അതും വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമുക്കതിന് വലിയ മാർഗ്ഗങ്ങളൊന്നുമില്ല. അടുത്ത ഇലക്ഷനിൽ നിന്നാൽ നമുക്കവരെ തോൽപ്പിക്കാം, അതിനപ്പുറം ഒന്നുമില്ല. അവിടെയാണല്ലേ ഒരു MLA യോ MP യോ ഒരു കൗൺസിലറോ ഒരു പഞ്ചായത്ത് മെമ്പറോ ഒക്കെ അവരുടെ ടേമിൻ്റെ പകുതിയായിട്ടും വാഗ്ദാനങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ ജനങ്ങൾക്ക് അവരെ തിരിച്ചു വിളിക്കാനുള്ള ഒരു വകുപ്പും കൂടെ വേണം അല്ലേ. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾ പോരാ, നിങ്ങൾ പറയുന്നൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയാണ് പൂട്ട് വീഴുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഈ നമ്മുടെ ഭരണത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ചാണ്, ഭരണം കിട്ടാനുള്ള വാഗ്ദാനങ്ങളെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ഭരണം ഭയങ്കര മോഹിപ്പിക്കുന്നതാണ് അല്ലേ. എന്തൊക്കെ സർക്കസുകളാണല്ലേ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്. ഒരു പാർട്ടിയിൽ നിന്ന് MLA മാരെയും MP മാരെയും മറ്റു പാർട്ടിക്കാരെ അടിച്ചുകൊണ്ട് പോകുന്നു, വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നു അല്ലേ. അങ്ങനെയൊക്കെ ഭരണം അത്രയ്ക്കും കൊതിപ്പിക്കുന്നതാണ്, സേവനം മാത്രമല്ല. അപ്പോൾ അത് ഭരണത്തിൻ്റെ കാര്യം. ഞാൻ ഈ വാഗ്ദാനങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ കാണാറുള്ളതാണല്ലേ ഫുഡ് ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ വ്ലോഗേഴ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ. അവരെന്താണ് ചെയ്യുന്നത്? അവരിങ്ങനെ ഓരോ ഹോട്ടലുകളൊക്കെ സന്ദർശിച്ച് അവർ എല്ലാ വിഭവങ്ങളും അങ്ങോട്ട് മുന്നിൽ നിരത്തി അങ്ങോട്ട് വർണ്ണിക്കുകയാണ്. ഇതങ്ങോട്ട് കൊള്ളാം, ഇത് കഴിച്ചപ്പോൾ ഉഗ്രൻ, അതാണ് ഉഗ്രനാണ്, ഇത് ഉഗ്രൻ, ആ മീൻകറി കൊള്ളാം, മീൻ പൊരിച്ചത് കൊള്ളാം, ഇറച്ചിക്കറി കൊള്ളാം, ഇറച്ചി അങ്ങനെ പല തരത്തിൽ പാചകം ചെയ്ത പല വിഭവങ്ങളൊക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ മോഹിപ്പിക്കാറില്ലേ കാണുമ്പോൾ അല്ലേ. യൂട്യൂബ് വീഡിയോയിലൊക്കെ നമ്മൾ കാണുമ്പോൾ എന്തൊരു രസമാണ്. പക്ഷേ പലർക്കുമൊക്കെ അബദ്ധം പറ്റാറുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് കാറൊക്കെ എടുത്ത് യാത്ര ചെയ്ത് ഇന്ന സ്ഥലത്തൊക്കെ ചെല്ലും. അപ്പോൾ വിചാരിക്കുന്ന അത്ര രുചിയൊന്നും കാണത്തില്ല. അങ്ങനെയൊക്കെ പറ്റാറുണ്ടല്ലേ. അതും ഒരു വാഗ്ദാന ലംഘനമാണ്. അവരെ വ്യൂസ് കൂട്ടാൻ വേണ്ടി അവരിങ്ങനെ ഒത്തിരി വർണ്ണനയും വിവരണവും ഒക്കെ നൽകും. നമ്മൾ അതിനകത്തങ്ങ് വീഴും. അതും ഒരു പ്രശ്നമാണ്. പിന്നെ ഇതൊരു മോശം മാതൃകയാണ്. അതെന്തുകൊണ്ടാണ്? ഇവരിങ്ങനെ ഒരു കൂട്ടം ആഹാരമൊക്കെ ഇങ്ങനെ മുന്നിൽ വെച്ച് എല്ലാത്തിൽ നിന്നും എടുത്ത് കഴിക്കുന്നു, ഭക്ഷിക്കുന്നു. ഇത് കണ്ടിട്ട് പലരും അയ്യോ നമുക്കും ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് അർദ്ധരാത്രിയും പാതിരാത്രിയൊക്കെ പോയിരുന്ന് പല സ്ഥലത്തും ഇങ്ങനെ കഴിക്കും, നമ്മുടെ വയറ് അറിയാതെ ഒക്കെ. ഇതിൻ്റെ ഫലമോ നമുക്ക് വലിയ വലിയ അസുഖങ്ങളൊക്കെ വന്നുപെടും. അപ്പോൾ അത് സൂക്ഷിക്കണം. ഇതൊക്കെ കണ്ടിട്ട് മോഹിപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും. നമുക്ക് ആഹാരം കഴിക്കണം, പരീക്ഷിക്കണം, ഓരോ വിഭവങ്ങൾ, പുതിയ പുതിയ വിഭവങ്ങൾ കഴിക്കണം, അതിൻ്റെ ടേസ്റ്റ് അറിയണം, അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഓടിപ്പിടിച്ച് ഇങ്ങനെ പല പല ഹോട്ടലുകളും കയറി ഇറങ്ങി ഇത്രയും വിശാലമായിട്ട് ഒട്ടേറെ ആഹാരങ്ങളൊക്കെ ഒരുമിച്ച് കഴിക്കുമ്പോൾ പലപ്പോഴും ഇത് നമ്മുടെ വയറിന് വലിയ കഠിന അധ്വാനമൊക്കെ ചെയ്യേണ്ടി വരും ഇതൊക്കെ ഒന്ന് ദഹിപ്പിച്ചെടുക്കാൻ. ഇതൊരു ശീലമാക്കിയാലോ തീർച്ചയായിട്ടും വലിയ അസുഖങ്ങളൊക്കെ വന്ന് പിടിക്കും. അപ്പോൾ ഈ ഒരു തത്വമുണ്ട് അല്ലേ, എങ്ങനെ ആഹാരം കഴിക്കണമെന്ന് പണ്ടുപോലെ പറഞ്ഞു വരുന്നതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ കാപ്പി, രാവിലെ നമ്മൾ കാപ്പി കുടിക്കുന്നത് ഒരു രാജാവിനെ കണക്കാവണം. ഉച്ചയ്ക്കത്തെ ഊണോ അതൊരു രാജകുമാരനെ കണക്കാവാം. പക്ഷേ രാത്രത്തെ അത്താഴം വരുമ്പോഴോ ഒരു പാവപ്പെട്ടവൻ അല്ലെങ്കിൽ ദരിദ്രനെ കണക്ക് ആകണമെന്നാണ് പറയുന്നത്. രാത്രി വരുമ്പോൾ ഇച്ചിരി ഒരു വയറ് നിറച്ചൊന്നും ഭക്ഷണം കഴിക്കരുത്, വളരെ ലൈറ്റായിട്ടൊക്കെ കഴിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ വളരെ തിരിച്ചാണ്. രാവിലെ ഒന്നും ഒട്ടും കഴിക്കാറില്ല. ചിലപ്പോൾ ഒരു പേരിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കഴിച്ച് ചാടി ഓടി ഓഫീസിലോ സ്കൂളിലോ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടൊക്കെ ഓടും. ഉച്ചയ്ക്കും ചിലപ്പോൾ അത്ര വിശാലമായിട്ടൊന്നും കഴിച്ചെന്ന് ഇരിക്കില്ല. പക്ഷേ രാത്രി വന്നാലോ അമിത ഭക്ഷണമാണ്. ഇത് കണക്കിനെ ഈ ഫുഡ് വ്ലോഗേഴ്സും ഒക്കെ ചെയ്യുന്നത്. അവർ രാത്രിയൊക്കെ ഓരോ സ്ഥലത്തൊക്കെ പോയി ഇങ്ങനെ വിശാലമായിട്ടൊക്കെ കഴിക്കുന്ന കാണാം. ഇത് കണ്ട് നമ്മൾ രാത്രി പോയി
ഭക്ഷണം കഴിച്ച് അനുകരിച്ചാലോ നമ്മുടെ വയറ് കുളമാവും. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ഒരു ചെറിയ കഥയും കുറച്ചേറെ വിശേഷങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. ചുറ്റുമൊക്കെ കാണുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും ചേർത്തിട്ടില്ല. എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു കഥയും പുതിയ കുറച്ച് വർത്തമാനമായിട്ട് കേട്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. സൈനിങ് ഓഫ്, ബോണി.